ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ. നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഗെയിം ഓഫ് ചോയ്സസ് ആണ്. ലൈഫ് ഈസ് എ ഗെയിം ഓഫ് ചോയ്സസ്, അല്ലെങ്കിൽ ലൈഫ് ഈസ് എ ഗെയിം ഓഫ് ഡിസിഷൻസ്. കാരണം നമ്മൾ എപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡിസിഷൻ അല്ലെങ്കിൽ ഡിസിഷൻസ് നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫിനോമിനെ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഒരു കാര്യം ചൂസ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ദാറ്റ്സ് എ ചോയ്സ് അല്ലേ. നമ്മളൊരു കാര്യം ഡിസൈഡ് ചെയ്യുന്നില്ല എങ്കിൽ തന്നെയും ദാറ്റ്സ് എ ഡിസിഷൻ. അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് എ സീരീസ് ഓഫ് ചോയ്സസ്, ഈസ് എ സീരീസ് ഓഫ് ഡിസിഷൻസ്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ പ്രത്യേകത, നമ്മൾ ഏത് തരത്തിലുള്ള ലൈഫാണോ നമുക്കുള്ളത് എന്നുള്ളത് നമ്മളുടെ ചോയ്സസിൻ്റെ അല്ലെങ്കിൽ ഡിസിഷൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് കാണപ്പെടുന്നത്. ഇപ്പം നമുക്കൊരു ഒട്ടുമിക്ക ആൾക്കാരും, എ ലോട്ട് ഓഫ് പീപ്പിൾ, ദേ ആർ നോട്ട് കോൺഷ്യസ് ഇൻ ലിവിങ്. ഒരു ഫ്ലോയിലങ്ങ് പോവുകയാണ്. ബട്ട് സ്റ്റിൽ അവർ തന്നെ നമ്മളുൾപ്പെടെ എല്ലാവരും വി മേക്ക് എ ലോട്ട് ഓഫ് ചോയ്സസ്, വി മേക്ക് എ ലോട്ട് ഓഫ് ഡിസിഷൻസ്. അതിൻ്റെ റിസൾട്ട്സ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നുണ്ട്, ഔട്ട്പുട്ട്സ് നമ്മുടെ ലൈഫിലുണ്ടാകുന്നുണ്ട്. ആ റിസൾട്ട്സും ഔട്ട്പുട്ട്സും ഒക്കെ എപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ടറി ആണോ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണോ, നമ്മളെ ഫേവർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് സക്സസ് അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു ലൈഫിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ ഉള്ളതാണ് ശരിക്കുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നമ്മുടെ ലൈഫ് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ, എല്ലാവരുടെയും ലൈഫ് അല്ലെങ്കിൽ തന്നെയും ഒട്ടുമിക്ക എല്ലാവരുടെയും ലൈഫ് സാറ്റിസ്ഫാക്ടറി അല്ല എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം അവരുടെ ജീവിതത്തിൽ ചൂസ് ചെയ്യുന്ന, ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ക്വാളിറ്റി ബേസ്ഡ് അല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഒട്ടുമിക്ക ആൾക്കാരുടെയും ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഈ പുറമേ ഉള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുറമേ നമുക്ക് എന്തുവാകാം, നമുക്ക് ഉപരിതലത്തിൽ നമുക്ക് ഒട്ടുമിക്ക മനുഷ്യരും പലതും ഫേക്ക് ചെയ്യുന്നതാണ്. റിയാലിറ്റിയെ കവർ ചെയ്ത്, റിയാലിറ്റിയെ മൂടി വെച്ചിട്ട് ഫേക്ക് ചെയ്ത് അവരുടെ ജീവിതത്തെ പ്രകടിപ്പിക്കുന്ന നമ്മളുൾപ്പെടെ എല്ലാവരുടെയും കാര്യമാണ്. കാരണം മനുഷ്യനത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ സർവൈവലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ തന്നെ നമുക്കത് ഫേക്ക് ചെയ്യേണ്ട അത്യാവശ്യമുണ്ടില്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിനുമപ്പുറം ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട റിയാലിറ്റി അല്ലെങ്കിൽ ട്രൂത്ത് അതിനെ കവർ ചെയ്തിട്ട് ഫേക്ക് ചെയ്തിട്ട് ആണ് അവരെ എക്സ്പ്രസ് ചെയ്യാറുള്ളത്, പ്രകടിപ്പിക്കാറുള്ളത്. അപ്പോൾ എന്തു തന്നെയായാലും ശരി, നമ്മുടെ ലൈഫിൻ്റെ കണ്ടീഷൻ എന്തു തന്നെയായാലും ശരി, അത് നമ്മളുടെ ചോയ്സസിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻസിൻ്റെ സം ടോട്ടലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ചോയ്സ് എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. നമ്മൾ ചൂസ് ഓർ നോട്ട് ടു ചൂസ്. ഞാൻ അങ്ങോട്ട് പോകണോ എന്നുള്ളത്, അങ്ങോട്ട് പോകണം എന്നുള്ള എൻ്റെ ചോയ്സാണ്, പോകണ്ട എന്നുള്ളത് ഒരു ചോയ്സാണ്. അപ്പോൾ ഇത് രണ്ടും ആക്ഷൻ ബേസ്ഡാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒരു പർട്ടിക്കുലർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും.
ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാൽ ഒരു ആക്ഷനാണ്, അതൊരു പർട്ടിക്കുലർ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എങ്കിലും അതൊരു പർട്ടിക്കുലർ ആക്ഷനാണ്, ദാറ്റ് വിൽ ഓൾസോ പ്രൊഡ്യൂസ് എ സർട്ടൺ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്കം. എന്ന് പറഞ്ഞാൽ ആ ചോയ്സ് ഈസ് എ ഡിസിഷൻ. ആ ഡിസിഷൻ വിൽ പ്രൊഡ്യൂസ് എ റിസൾട്ട് ഓർ എൻ ഔട്ട്കം. അപ്പോൾ ആ റിസൾട്ട് ഔട്ട്കം ആണ് നമ്മളുടെ ലൈഫിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏതിനെയും ജഡ്ജ് ചെയ്യുന്നത് റിസൾട്ടിനെയും ഔട്ട്പുട്ടിനെയും നോക്കിക്കൊണ്ടാണ്, ഏത് കാര്യം. അപ്പോൾ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നു, വ്യക്തി നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ഇതെല്ലാം നമ്മൾ ആ വ്യക്തി അല്ലെങ്കിൽ അവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ടിനെ ബേസ് ചെയ്താണ്. അതാണ് നമ്മുടെ റെഫറൻസ് നമ്മുടെ ജഡ്ജ്മെൻറ്റ് റെഫറൻസ് അതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മൾ പറയുന്നത് നമ്മളെ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട പല ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നു. സോ ഹൗ വി ആർ ജഡ്ജിങ് ബേസ്ഡ് ഓൺ ദി ഔട്ട്പുട്ട്, ദ റിസൾട്ട്. അപ്പം അത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ശരിയോ തെറ്റാന്നുള്ളത് ഇറ്റ്സ് എ സെക്കൻഡറി മാറ്റർ. ഒട്ടുമിക്ക ആൾക്കാരുടെയും ജഡ്ജ്മെൻറ്റ് തെറ്റാണ്, കാരണം അവർ ജഡ്ജ്മെൻറ്റിന് വേണ്ടി എടുക്കുന്ന റെഫറൻസ് തെറ്റാണ്. അതുകൊണ്ടാണ് അത് ഒരു ലോജിക്കൽ അല്ലെങ്കിൽ റാഷണൽ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു റെഫറൻസ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് അവരുടെ ജഡ്ജ്മെൻറ്റ് തെറ്റുന്ന മനുഷ്യരുടെ. അപ്പം ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് ശരിയോ തെറ്റെന്നുള്ളത് ദാറ്റ് ബേസ്ഡ് ഓൺ ഏത് ഇൻപുട്ടിനെയാണോ അവർ സ്വീകരിക്കുന്നത് റെഫറൻസായിട്ടെന്നുള്ളതിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ എനിവേ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഫ്രം ഹെഡ് ടു ഫുട്ട്, നമ്മൾ അടി മുതൽ മുടി വരെ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ, ക്രിസ് ക്രോസ്. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് ദ ചോയ്സസ് വി മേക്ക് ഓർ ദ ഡിസിഷൻസ് വി ടേക്ക്. നമ്മളെടുക്കുന്ന ഡിസിഷൻസ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചോയ്സസ്, നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്താണോ, കാരണം തിരഞ്ഞെടുക്കലും ഡിസിഷനെല്ലാം ഒന്ന് തന്നെയാണ്, അതിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം അറ്റ് എനി പർട്ടിക്കുലർ മൊമെൻറ്റ് ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് അവർ ലൈഫ്, നമ്മുടെ ലൈഫിനെ നമ്മൾ, കാരണം നമുക്ക് ഒത്തിരി നമ്മളുടെ ലൈഫിൽ നമ്മൾ പല പ്രശ്നങ്ങൾ നേരിടാം, പല അവസ്ഥകളിൽ കൂടെ നമ്മൾ കടന്നു പോകാം. നമുക്ക് ഹാർഡ്ഷിപ്സ് നേരിടാം, സെറ്റ് ബാക്ക്സ്, പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാം, ഇഷ്യൂസ് ഫേസ് ചെയ്യാം, ക്രൈസിസ്, പ്രതിസന്ധികൾ, സങ്കീർണതകൾ, കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഇഷ്യൂസ് ഉണ്ടാക്കാം. ഇതെല്ലാം നമ്മൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഇതിനകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ ഈ അവസ്ഥകളുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഈ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ചോയ്സസ് അല്ലെങ്കിൽ ഡിസിഷൻസ് ആയിരിക്കും തീർച്ചയായിട്ടും. അതുറപ്പാണ്, സംശയമൊന്നുമില്ല. ഉദാഹരണങ്ങൾ പറയാൻ ആണെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ അവസ്ഥകളും ഉദാഹരണങ്ങൾ തന്നെയാണ്. പിന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മളുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലും ഉള്ളതല്ല എന്നുള്ളത് കൂടെ ഒരു സത്യമാണ്. അതിനെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന, തീരുമാനിക്കാൻ കഴിയുന്ന, സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലകളിൽ എല്ലാം തന്നെ നമ്മൾ റൈറ്റ് ചോയ്സസും റൈറ്റ് ഡിസിഷൻസും നമുക്ക് ഇല്ലാത്തതിൻ്റെ കാരണങ്ങളായിട്ടാണ്, അല്ലെങ്കിൽ ഇല്ലാത്തതിൻ്റെ ഫലങ്ങളായിട്ടാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കഴിയാത്തതും,
അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നതും അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു എസ്കേപ്പ് റൂട്ട് നമുക്ക് ഇല്ലാത്തതുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരിടുന്ന, കാരണം മനുഷ്യൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ച് അവൻ്റെ വിഷയം എന്താണ്? അവൻ്റെ വിഷയം പ്രോബ്ലംസാണ്. പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സോൾവ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരും. പ്രോബ്ലംസിനെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വി ആർ മേക്കിംഗ് എ ചോയ്സ്, അല്ലെങ്കിൽ വി ആർ മേക്കിംഗ് എ ഡിസിഷൻ. നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുകയാണ്. ഇന്ന രീതിയിൽ നമ്മൾ ഇന്നത് തിരഞ്ഞെടുത്താൽ നമുക്ക് സൊല്യൂഷനുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൊല്യൂഷനുണ്ട് എന്നുള്ളത് നമുക്ക് തോന്നുകയോ അല്ലെങ്കിൽ മറ്റാരും നമ്മളെ തോന്നിപ്പിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വി ആർ ആക്ടിങ് ഇൻ സച്ച് ആൻഡ് സച്ച് വേ. അപ്പോൾ നമ്മൾ ആ വഴിയെ അല്ലെങ്കിൽ ഇന്ന തീരുമാനം എടുക്കുന്നു, ഇന്ന പ്രവൃത്തി ചെയ്യുന്നു, ആൻഡ് വി ആർ ഗെറ്റിംഗ് എ റിസൾട്ട്. ആൻഡ് സംടൈംസ് അപ്പോൾ നമുക്ക് തോന്നും പ്രശ്നം പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടില്ല എന്ന് തോന്നും. ഇറ്റ്സ് ഓൾ ഹാപ്പൻസ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ബേസിക് ഫിലോസഫി അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് എ സീരീസ് ഓഫ് ചോയ്സ്. ഞാൻ പറഞ്ഞു, എങ്ങനെയായി തന്നെയും നമുക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ്. ഓക്കെ, അത് ഉറപ്പാണത്. വി ഹാവ് ടു ചൂസ്, വി ഹാവ് ടു ഡിസൈഡ്. ചില സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ച് നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും കോൺഷ്യസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻറ്റൻഷനലായിട്ട് പർപ്പസ്ഫുള്ളായിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടി വരും, ഡിസൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസൊക്കെയുണ്ട് നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പം നമുക്ക് വിശപ്പ് വരുന്നു, വി ആർ ഫീലിംഗ് ഹംഗ്രി. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന സമയത്ത്, ആഗ്രഹിക്കുന്ന സമയത്ത്, അല്ല നമ്മുടെ സൗകര്യം അനുസരിച്ചൊന്നുമല്ല നമുക്ക് വിശപ്പ് തോന്നുന്നത്. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ, ഔട്ട് ഓഫ് അവർ ഇൻഫ്ലുവൻസ്. നമുക്ക് ദാഹം തോന്നുന്നു, നമുക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ബോഡിലി ഫങ്ഷൻസ്, ഇതൊന്നും നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചോ സൗകര്യങ്ങൾക്കനുസരിച്ചോ ഒന്നും തന്നെയല്ല സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു മേഖല ഒഴിച്ച് ബാക്കി നമുക്ക് കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്ന മേഖലകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഹ്യൂമൻ ചോയ്സും ഹ്യൂമൻ ഡിസിഷൻസുമാണ് പ്രധാനമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമുക്ക് അല്പം കൂടെ തോട്ട്ഫുള്ളായിട്ട് തീരുമാനങ്ങളെ നമുക്ക് എടുത്തുകൂടാം? അതിന് നമുക്ക് സാധ്യമാണ്, പോസിബിളാണ്, പക്ഷേ അത്ര ഈസി അല്ല. ഈസി അല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് നിസ്സാരമായിട്ട് ഒരു ടേക്ക് ഇറ്റ് ഈസി എന്നൊരു മൈൻഡ് സെറ്റിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെ നമുക്ക് ഒരു തിങ്കിങ് പ്രോസസ്സിൻ്റെ ആവശ്യമുണ്ട്. തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തിങ്കിങ് ഈസ് നോട്ട് ഈസി. തിങ്കിങ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്. ദാറ്റ്സ് വൈ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ഡു നോട്ട് തിങ്ക്. നമ്മളാരും ഡീപ്പായിട്ട് ചിന്തിക്കാത്തതിൻ്റെ കാരണം തിങ്കിങ് ഈസ് എ ഡിഫിക്കൽട്ട് പ്രോസസ്, ഈസ് നോട്ട് ഈസി. സോ ഇഫ് തിങ്കിങ് വാസ് ഈസി, അല്ലെങ്കിൽ ഇഫ് തിങ്കിങ് ഈസ് ഈസി, all the people will think. All the people do have the habit of thinking. But നമുക്ക് പൊതുവേ കാണാൻ പറ്റുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള മനുഷ്യരും തന്നെ ചിന്തിക്കുന്നുണ്ട് ജസ്റ്റ് ഫോർ ദെയർ സർവൈവൽ. നമ്മളുടെ എല്ലാം സർവൈവലിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ബട്ട് അതിനപ്പുറത്തൊരു ഡീപ്പറായിട്ടുള്ള തിങ്കിങ് പ്രോസസ്സ് നമ്മളിലൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ബെറ്റർ ചോയ്സസ്, ബെറ്റർ ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപരിപ്ലവമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. അതൊരു ഡീപ്പർ തിങ്കിങ്ങിൻ്റെ, അല്ലെങ്കിൽ അല്പം കൂടെ നമ്മൾ ആഴത്തിൽ ചിന്തിച്ച്
ചിന്തിച്ചാൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ബെറ്റർ ചോയ്സസ്, ബെറ്റർ ഡിസിഷൻസ്. അത് പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് നോട്ട് ഈസി, ബിക്കോസ് ഇറ്റ് നീഡ്സ് അവർ ടൈം. നമ്മുടെ സമയം നമുക്ക് ചിലവഴിക്കേണ്ടി വരും, ബിക്കോസ് അതൊരു ലബോറിയസ് എഫേർട്ടാണ്. നമുക്കറിയാം നല്ല കാര്യങ്ങളൊന്നും പെട്ടെന്ന് സംഭവിക്കത്തില്ല, പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ലതും ആയിരിക്കത്തില്ല. അതാണ് ലൈഫിലെ ശരിക്കുള്ള ട്രൂത്ത്. വാല്യുബിളായിട്ടുള്ള വർത്തിയായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിക്കത്തില്ല, ഓൾ ഓൺ എ സഡൻ, അല്ലെങ്കിൽ നമ്മൾ അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നൊക്കെ പറയുന്നതല്ലേ. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ വർത്തുവലും ആയിരിക്കത്തില്ല, വർത്തിയായിരിക്കത്തില്ല. അത് മനസ്സിലാക്കുക. അപ്പം ബെറ്റർ ചോയ്സസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, നല്ലതായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. അത് ഒരു മെൻ്റൽ ഇൻ്റലക്ച്വൽ പ്രോസസ്സിൻ്റെ ഭാഗമാണത്. ദാറ്റ് നീഡ്സ് ടൈം. അപ്പോൾ ചോദിക്കും, നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്ന് ചോദിക്കാം. നമുക്ക് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഗെയിം ഓൾ ടുഗദർ. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. നമുക്ക് ബെറ്ററായിട്ടുള്ള ചോയ്സസ്, ബെറ്ററായിട്ടുള്ള ഡിസിഷൻസ് എടുക്കണമെങ്കിൽ we have to wait and we have to think and then we have to come to a choice. അതാണ് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ചോയ്സസിൻ്റെ, ഡിസിഷൻസിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചോയ്സസിൻ്റെ ക്വാളിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുക. ബെറ്റർ ചോയ്സസ്, ബെറ്റർ ഡിസിഷൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മളെ പ്രാക്ടീസ് ചെയ്യുക, നമ്മളെ ട്രെയിൻ ചെയ്യുക. അത് പറഞ്ഞ പോലെ തന്നെ ഈസി അല്ല, അത് പോസിബിളാണത്. ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് ഇറ്റ്സ് പോസിബിൾ. പോസിബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് പോസിബിൾ വെരി ക്വിക്ക്ലി, ബട്ട് ഇറ്റ്സ് പോസിബിൾ ബൈ ദി ഇറ്റ്സ് പോസിബിൾ വെൻ വി സ്പെൻഡ് അവർ ടൈം ആൻഡ് എനർജി കൺസ്ട്രക്റ്റീവ്ലി. നമ്മുടെ സമയവും ഊർജ്ജമൊക്കെ ക്രിയാത്മകമായിട്ട് നമ്മൾ വിനിയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടാണ് ബെറ്റർ ചോയ്സസും ബെറ്റർ ഡിസിഷൻസും എന്നത്. സോ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ബെറ്റർ ചോയ്സസ്, ബെറ്റർ ഡിസിഷൻസ് ടു സീ ദാറ്റ് വണ്ടർഫുൾ റിസൾട്ട്സ് ഓർ ഔട്ട്കംസ് ആർ കമ്മിങ്. അപ്പോൾ അതാണ് ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അല്ല, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നൊക്കെ ഉള്ളതല്ലേ. അത് ഭൗതികമായിട്ടുള്ള നമ്മുടെ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന, ഫ്രിഡ്ജില്ലാത്തവർക്ക് ഫ്രിഡ്ജ് ലഭിക്കുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ്. വാഷിംഗ് മെഷീൻ പണ്ടില്ലായിരുന്നു, ഇപ്പോൾ നമുക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്തു. ടി വി ഇല്ലായിരുന്നു, ടി വി കിട്ടി. കമ്പ്യൂട്ടർ പണ്ടില്ലായിരുന്നു നമ്മുടെ, ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്. പണ്ട് നമ്മൾ വണ്ടിയില്ലായിരുന്നു നമുക്ക്. Now we are the owner of a two-wheeler, അല്ലെങ്കിൽ now we have access to a four-wheeler. So standard of living improve ചെയ്തു. So we are talking about the quality of life, not about the standard of living. Standard of living അല്ല, അതിലൊരു ക്വാളിറ്റി ഉണ്ടാകണം തീർച്ചയായിട്ടും. ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെൻ്റൽ ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയുടെ കാര്യമാണത്. സോ ദാറ്റ് ക്വാളിറ്റി ഹെൽപ്സ് us to make better choices, better decisions, and that is reflected all throughout our lives. അത് നമ്മുടെ ലൈഫിൽ മൊത്തം പ്രതിഫലിച്ച് കാണും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ലൈഫിൽ ശ്രദ്ധിക്കേണ്ടത് നോട്ട് ടു മേക്ക് മിയ ചോയ്സസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. ഗുണകരമായിട്ടുള്ള, മെച്ചപ്പെട്ട, മേന്മയുള്ള തീരുമാനങ്ങൾ, തിരഞ്ഞെടുക്കലുകൾ അത് നമ്മൾ സ്വീകരിക്കുക, ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലൈഫിൻ്റെ ക്വാളിറ്റിയെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. അത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് ഈസി ബട്ട് ഇറ്റ്സ് പോസിബിൾ. അതിനുവേണ്ടി നമ്മൾക്ക് ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം ഇൻ്റലക്ച്വൽ, മെൻ്റൽ ഗ്രോത്ത്, പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രസ്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോഗ്രസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പെട്ടെന്ന് സാധിക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ബെറ്റർ ചോയ്സസും ബെറ്റർ ക്വാളിറ്റി
ചോയ്സസും ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻസും ഒക്കെ തന്നെ നമ്മളുടെ ഈ പറഞ്ഞൊരു ഇൻ്റലക്ച്വൽ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മെൻ്റൽ ക്വാളിറ്റിയുടെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ മെൻ്റൽ ക്വാളിറ്റിയുടെ റിസൾട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈഫിൻ്റെ ക്വാളിറ്റി നമുക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ലൈഫിൻ്റെ ക്വാളിറ്റി ഈസ് ഈക്വൽ ടു നമ്മുടെ മെൻ്റൽ ഇൻ്റലക്ച്വൽ ക്വാളിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു the quality of the choices, the quality of the decisions we make. Okay, thank you and have a wonderful day.